കണ്ടില്ല മുത്തശ്ശി. കൂടെ കിടന്നുറങ്ങിയ ഭർത്താവ് പോയിട്ട് അറിഞ്ഞില്ലെന്നോ? എന്തൊരു ഉറക്ക നീ ഉറങ്ങിയത്? നീ പോയിട്ടേ കട്ടിലിന്റെ അടിയിലോ വാതിന്റെ മൂലയിലോ ഉണ്ടോന്ന് ചെന്ന് നോക്ക്. ഹരിയെന്തിനാ കട്ടിലിന്റെ അടി കയറി വിളിക്കുന്നത്? നീ മിണ്ടാതിരി. കുന്തം പോയ കുടത്തിലും തപ്പണമെന്ന പ്രമാണം. മുത്തശ്ശി മിണ്ടായിരിക്കും. പോയത് കുന്തമല്ല, ഒരു മനുഷ്യനാ. പറയാതെ പോകുന്നവൻ കുന്തത്തിന് തുല്യ. രവി, ഒന്ന് എവിടെങ്കിലും പോയി നോക്കൂ. ഇതിങ്ങനെ ഒരിക്കലും ഇല്ലാത്തതാ. എനിക്ക് ആകെ പേടിയാവുന്നു. ഒന്ന് പോയി നോക്കിട്ട് വരാം. ആ, നോക്കി നിൽക്കാതെ പോയി അന്വേഷിക്കടാ. എന്താ സംഭവം? ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ വല്ല അടിപിടിയോ വഴക്കോ ഉണ്ടായോ? ഹരിയെ, നിങ്ങളെപ്പോൾ അടിപിടി കൂടുന്ന ടൈപ്പൊന്നും അല്ല. ബാങ്കിന്റെ വല്ല അടിയന്തര ആവശ്യത്തിന് പോയതായിരിക്കും. ബാങ്കിന്റെ കാര്യമാണെങ്കിൽ പറഞ്ഞിട്ട് പോകൂടെ? നമുക്കൊരു കാര്യം ചെയ്യാം, വിവരം ഉടനെ പോലീസിൽ അറിയിക്കാം. വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. എന്തോന്ന് സംഭവിക്കാൻ? പല ഡോക്ടറെ, കാലത്ത് തന്നെ വിവരക്കേട് സംസാരിക്കല്ലേ. ആരോടും പറയാതെ പിന്നെ എവിടെ പോയതാണ് ഇയാള്? ഇനി രാത്രിയിലാ പോയതെങ്കിൽ പേടിക്കാനില്ല. കാണേണ്ടവരോ കണ്ടതിന് ശേഷം ഉറങ്ങിപ്പോയതാവും. ആളിപ്പോഴും എത്തും. മോനെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഒന്ന് പോയി അന്വേഷിക്കുക. രവി പ്ലീസ്, ഒന്ന് പോയി നോക്കൂ. ഞാൻ ഉടനെ പോവാം. ഞാൻ വരണോ? വേണ്ടേ. മോള് വിഷമിക്കാതെ. അയാളങ്ങനെ മറ്റുള്ള ആളൊന്നുമല്ല അങ്ങനെ ഓടിയോട് പോവാൻ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ബഹളം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. ഞാൻ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. ഇനി ഡോക്ടറുടെ ശല്യം പേടിച്ച് ഹരി ഇവിടെ നിന്ന് ഓടിപ്പോയതാണെന്നാണ് എന്റെ പേടി. ആള് വരുന്നു. എന്താ ഹരിയേട്ടാ ഇത്? താനിത് എവിടെ പോയി കിടക്കായിരുന്നു? ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞല്ലോ. എല്ലാരും എന്താ ഇവിടെ? ഹരിയേട്ടനെ കാണാൻ ഞാൻ അന്വേഷിക്കാൻ പുറപ്പെട്ടതാ. അയ്യോ, ഞാൻ ഓടാൻ പോയതാ. ഓടാൻ പോയതോ? ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കലാപരിപാടിയാണല്ലോ അത്. അതെ, ഇന്നെനിക്ക് ഓടണമെന്ന് തോന്നി, ഞാൻ ഓടി. എന്നാ പിന്നെ ഒന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടെ? എന്ത്? എല്ലാ വീട്ടിലും വന്ന് ഞാനിതാ ഓടാൻ പോകുന്നേന്ന് പറയാനോ? അതല്ല, തന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടെ എന്നാ ചോദിച്ചത്. അത് ന്യായം. നാളെ മുതൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടോടാം കേട്ടോ. ഇനി എല്ലാരും പിരിഞ്ഞു പോ. സ്വയം പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്നാൽ ഇത് വല്ലാത്തൊരു പേടിപ്പിക്കലായിപ്പോയി. ഇത്രയും കുഴിമടിയനായ ഒരു മനുഷ്യൻ ഓടാൻ പോയതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേര് പറ ഹരിയേട്ടാ, എവിടെ പോയതാ? നമ്മുടെ ആ പഴയ ഫസ്റ്റ് നൈറ്റിന്റെ ഓർമ്മകളുമായി ഇന്ന് നീ ഉണരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കിടക്കയിലും നിന്റെ ദേഹത്തുമൊക്കെ ഈ മുല്ലപ്പൂക്കൾ ഇങ്ങനെ വിതറി അതിന്റെ സുഗന്ധം മുറിയിലാകെ പരന്ന്. പക്ഷെ ഞാനിങ്ങെത്തും മുമ്പ് നീ ഉണർന്നു. നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ വിളിച്ചു വരുത്തി. ഈ ഒരു ദിവസത്തിന്റെ ഒരു സ്നിഗ്ധത നീ ഇല്ലാതാക്കി. ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? അതാണ് ഞാനും നീ തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം ഉണ്ടല്ലോ. ഹരിയേട്ടനാണും ഞാൻ പെണ്ണും അല്ലേ? ആണല്ലോ. എന്നാൽ ഫലത്തിൽ നീ ഇപ്പൊ ആണും ഞാനിപ്പോ പെണ്ണുമാണ്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് പെണ്ണുങ്ങളാണ്. ഒന്ന് തെളിച്ച് പറ ഹരിയേട്ടാ. എന്റെ വിജി, ഇന്നേ നമ്മുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ, മനസ്സിലായോ? എന്റെ ഈശ്വര, നേരാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർത്തതാ, സമയമായപ്പോ മറന്നു. സോറി ഹരിയേട്ടാ. സോറി എന്തിന്? ഒരു കണക്കിന് നീ അത് മറന്നത് നന്നായി. നിനക്കിങ്ങനെ ഒരു സർപ്രൈസ് തരാൻ എനിക്ക് പറ്റിയല്ലോ. തീർന്നില്ല, വരൂ വരൂ വരൂ. ഇന്നലെ രാത്രി നീ കാണാതെ ചില സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? ഇതാ നോക്ക്. ഹായ്, എങ്ങനെയുണ്ട്? കലക്കിയിട്ടുണ്ട്. എന്റെ വിജി, നിന്റെ ഒപ്പമുള്ള ഓരോ പൊട്ടും പൊടിയും എന്റെ ലൈഫിലെ സ്വീറ്റ് മെമ്മറീസ് ആണ്. എനിക്കങ്ങനെ അല്ലെന്നാണോ? നീ ചെന്ന് കുളിച്ച് ഇതെല്ലാം ഉടുത്ത് പൂമാലയൊക്കെ ചൂടി ഒന്നിങ്ങോട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ. ആദ്യം ഞാൻ ചായ ഉണ്ടാക്കാം. ആദ്യം ഞാൻ പറയുന്നത് ചെയ്യ്. ഇന്നത്തെ ചായയുടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെയും കാര്യമൊക്കെ ഞാൻ ഏറ്റു. അയ്യോ, നല്ലൊരു ദിവസമായിട്ട് കൊളം ആക്കല്ലേ ഹരിയേട്ടാ. നോ, എനിക്കിന്നൊരു ഹെൻപെക്ഡ് ഹസ്ബൻഡ് ആവണം. ഭാര്യയെ അനുസരിച്ച്, ഭാര്യയെ ബഹുമാനിച്ച്, ഭാര്യയുടെ അടിമയായ ഒരു ഭർത്താവ്. നോക്കി, എങ്ങനെ കൊള്ളാമോ? വലിയ ഭംഗിയൊന്നുമില്ലാത്ത തുണിയായിരുന്നു. നീ അത് ഉടുത്തപ്പോ അതിന്റെ മാറ്റ് പോലും കൂടി. ചുമ്മാ കളിയാക്കല്ലേ ഹരിയേട്ടാ. നേരാണ് കുട്ടി, കളിയാക്കാനാണേലും വേറെ എന്തെല്ലാം പറയാം. ഏത് വേഷത്തിലായാലും എപ്പോഴായാലും നീ എന്റെ സുന്ദരി കുട്ടിയല്ലേ. നേര് പറയാലോ, നമ്മുടെ ഈ 5 വർഷം എനിക്ക് 5 നിമിഷം പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുക, കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പേടിയായിരുന്നു. 2 ചുറ്റുപാടുകളിൽ നിന്ന് വന്നവർ, 2 തരം ഇഷ്ടാനിഷ്ടങ്ങളും 2 തരം സ്വഭാവമൊക്കെ ആവുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ നീ എന്റെ ദൗർബല്യങ്ങൾ സഹിച്ചു. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി. താൻ മനുഷ്യനെ പേടിപ്പിച്ചാണല്ലോ. ഇയാൾക്ക് സൂക്ഷിച്ച് സൈക്കിൾ ഓടിച്ചൂടെ? ഇവിടെ ഒരു കല്ല് പൊങ്ങി നിപ്പുണ്ട് സാറേ. ഇതിപ്പോ ഇവിടെ വെച്ച് 3ാമത്തെ തവണയാ ടയർ പഞ്ചറാവുന്നത്. എന്നാ പിന്നെ വേറെ ഏതെങ്കിലും വഴി കൂടെ സൈക്കിൾ ഓടിക്കേ. എന്താ വിളിച്ചേ? ഒന്നും വിളിച്ചില്ല, സമയമായി എന്ന് പറയായിരുന്നു. ഇതിന് ശിക്ഷേണ്ട രവി, ഇന്ന് നീ 5 ലിറ്റർ പെട്രോൾ അടിക്കേണ്ടി വരും. അയ്യടാ, ആ ജംഗ്ഷനിൽ നല്ല 1ാം തരം ടാക്സി കിട്ടും. എന്തിനാ ടാക്സി ആക്കുന്നത്? പണം പെട്ടിയിൽ അടുക്കി വെക്കാതെ ഒരു കാർ വാങ്ങിച്ചൂടെ? സ്ത്രീധനമായിട്ടൊരു കാർ കിട്ടുമെന്ന് നോക്കട്ടെ. ആദ്യം ഒരു പെണ്ണിനെ കിട്ടുമോ നോക്ക്.
ഇവന്റെ ഈ ചക്ക പല്ലുണ്ടല്ലോ ഒരു പെണ്ണിന് പിടിക്കുന്നില്ല. തനിക്കൊരു പെണ്ണിനെ കിട്ടുമെങ്കിൽ ഈ ലോകത്ത് ആർക്കും പെണ്ണ് കിട്ടും. വിജി എന്ത് കണ്ടിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്? ഒരബദ്ധം ആർക്കും പറ്റും രവി. വിജി വണ്ടി എടുക്കണം മിസ്റ്റർ. വൈകുന്നേരം വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ബൈ. യെസ്. ദൈവം അനുഗ്രഹിച്ചാൽ മിക്കവാറും നാളെ ഞാൻ സാറിന് ഒരു ഗുഡ് ന്യൂസ് കേൾപ്പിക്കും. അതിന് ഉച്ചയ്ക്ക് എനിക്ക് ലീവ് തരണം. എന്ത് ഗുഡ് ന്യൂസ്? അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ. എന്നാലും സാറിന് ഞാനൊരു ക്ലൂ തരാം. ഒരു മനം പരട്ടലും ചെറിയൊരു ചർച്ചയും. ഉത്തരം സാർ ആലോചിച്ച് കണ്ടുപിടിക്കും. ആ രവി, ഹരികൃഷ്ണ, എടോ സംഗതി ഒത്തുന്നാ തോന്നുന്നത്. എന്ത് സംഗതി? വിജിക്ക് ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ആണോ? ഉവ്വ്, അവളിപ്പോ ഫോൺ ചെയ്തിരുന്നു. വൈകുന്നേരം എവിടെയും പോയി കളയരുത്. വിജയം കൊണ്ട് MBBS ഡോക്ടറുടെ അടുത്ത് തിരിച്ചു വന്നിട്ട് നമ്മൾ പല്ല് ഡോക്ടറുടെ ടെറസിൽ കൂടുന്നു. നമുക്കൊന്ന് ആഘോഷിക്കണം. ഓക്കെ? ഓക്കെ. കുറെ പാടുപെട്ടിട്ടാണെങ്കിലും ഒടുവിൽ നീ വഞ്ചി തിരുനക്കരെന്ന് നീക്കി. ആടലോടകം, ചിറ്റമർത്ത്, നന്നാരിവേര്, കൂവളത്തിന്റെ അങ്ങനെ 11 കൂട്ടം പച്ചമരുന്ന് അരിഞ്ഞ് തിളപ്പിച്ച് കുറുക്കി രാവിലെയും വൈകുന്നേരം ഈരൻ ഡൗൺസ് സേവിച്ചാൽ അത്യുത്തമം. എന്തിനും നല്ല ടോണിക് വാങ്ങി കഴിക്കുന്നതാ നല്ലത്. ടോണിക്കും ഒന്നും വേണ്ട. പ്രസവ കാര്യങ്ങളിലെ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ രീതിയെ ശരിയല്ല. എന്നിട്ട് ക്രിസ്ത്യാനികൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നില്ലേ? ഓ, അതൊക്കെ ദൈവകൃപ. മോള് ഞാൻ പറയുന്നത് കേട്ടാ മതി. കഷായം മുത്തശ്ശി ഉണ്ടാക്കിത്താൽ. ആദ്യത്തേതായതുകൊണ്ട് ദേഹളകാതെ സൂക്ഷിക്കണേ. ദേഹളകാരന്റെ പാടത്തും പറമ്പിൽ പണിയാൻ പോവാ. എന്ത് പറഞ്ഞാലും ഒരു ഉടക്ക്. ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? അത് ഇല്ല മുത്തശ്ശി, വിശേഷമൊന്നുമില്ല. അസുഖം തോന്നിയത് വേറെന്തോ കാരണം കൊണ്ടാണ്. ചേച്ചി, അപ്പോഴത്തേക്ക് മോളെ മുഖം അങ്ങ് വാടിയല്ലോ. സാരില്ലേ മോളെ, വയസ്സായിട്ടൊന്നുമില്ലല്ലോ. ദൈവം ഇതിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വലിയ സന്തോഷത്തിലായിരുന്നു. മോൻ ചെന്നൊന്ന് സമാധാനിപ്പിക്കും. പുരുഷു, ഹരി, നീ എന്താടാ ഇവിടെ? ഞാനിവിടെ കോടതിയിലെ ഒരു പ്രതിയുമായിട്ട് വന്നതാ. പ്രതി ഞാനാ, പെങ്കോട്ട തങ്കപ്പൻ. നിന്റെ പേര് ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല ആളാ. എന്റെ ഇളയമ്മയുടെ കുഞ്ഞിന്റെ കാതുകുത്തിന് ഞാൻ കത്തയച്ചിട്ട് നീ വന്നില്ല. റാസ്കൽ. കറക്റ്റ്. പ്രതികളുടെ മുമ്പിൽ വെച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ട. എന്നാലും നീ കാതുകുത്തിന് വരാഞ്ഞെന്താ? ആ കുത്തിനേക്കാൾ വലിയ കുത്തും കൊലയും നടത്തിയ ഒരു യമകണ്ഠൻ പ്രതി പൂജപ്പുര ജയിലിൽ നിന്ന് മതില് ചാടി തന്നായിരുന്നു. നീ വായിച്ചു കാണും. BK പാപ്പുക്കുട്ടി. ഞാൻ വായിച്ചില്ല. അതെന്ത്, നീ ഇപ്പൊ പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? ഒന്നിനും ടൈമില്ല. ഓ, ആ മറ്റേ സംഭവം ഇങ്ങനെ ആയോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇതുവരെ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ. വീട്ടുകാർ ഒരു ചായ കുടിച്ചിട്ട് പോവാം. അതെ, ഞാനും വരാം. രാജേട്ടാ, ഓ. ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാണ്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. അതെന്താ, നിങ്ങൾ ഓരോ ക്ലാസ് കഴിക്കുമ്പോഴും ബെഞ്ചും കൂടെ കൊണ്ടുപോകാറുണ്ടോ? എന്നാ പോലെ വീട്ടിലോട്ടൊന്നും വരാൻ സമയമില്ല. നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അല്പനേരം സംസാരിച്ചിരിക്കാം. രാജേട്ടാ, ഇവരെ നോക്കിക്കോ. പാം. ഞാൻ ഇനി അധികം നാൾ കാക്കിയിട്ട് നടക്കില്ല. അതെന്താ, പോലീസിൽ നിന്ന് നിന്നെ പിരിച്ചുവിടാൻ പോവാ? അതല്ല, ഈ കേരള പോലീസ് വേഷം എനിക്ക് മടുത്തു. CBI-കാരനെ നോട്ടോട്ടിരിക്കുക. അതേന്ന് പാലും തുമ്പും ഇല്ലാതെ കിടക്കുന്ന പല കേസുകളും തെളിയിക്കാൻ അവർക്ക് എന്റെ സേവനം ആവശ്യമാണത്ര. അത് ശരി. ഈ തങ്കപ്പം പോക്കറ്റ് അടിക്കാരനായിരിക്കും അല്ലേ? പോക്കറ്റ് അടിയോ? തുക്കട പോക്കറ്റ് അടിക്കാരെ പിടിക്കാനൊന്നും ഞാൻ പോവില്ല. അത് വെറും തങ്കപ്പനും അല്ല. തോമസ്, ബൈജു, സെൽവമണി, തങ്കര തുടങ്ങിയ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഭീകരമായി കവർച്ച നടത്തുന്ന വേൾഡ് ക്രിമിനലാണ്. നമ്മുടെ എഴുമന്നൂർ അമ്പലമില്ലേ, അവിടുത്തെ വിഗ്രഹം മോഷ്ടിച്ചവനല്ലേ? അതൊരു മാത്യു എന്നാണല്ലോ പത്രത്തിൽ വന്നിരുന്നത്. മാത്യു തങ്കപ്പൻ എന്നാണ് ഇവന്റെ ഫുൾ നെയിം. അന്നാണ് ഇവൻ ആദ്യമായി പോലീസ് കെണിയിൽ വീഴുന്നത്. ആ ഓപ്പറേഷനും എന്റെ ബുദ്ധിയിൽ നിന്നായിരുന്നു. പിടിച്ച പോലീസുകാരുടെ ഫോട്ടോ വന്നപ്പോ നിന്നെ അതിൽ കണ്ടില്ലല്ലോ. ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ 10 കിലോ ഹാഷിഷുമായി കേരളത്തിൽ മുങ്ങിയ കിഴക്കാരൻ കിം ലൂച്ചയെ കീഴടക്കാൻ വേണ്ടി ഞാൻ നടത്തിയ പരാക്രമ കഥ അടുത്ത് തന്നെ സിനിമയാവാൻ പോവാണ്. എന്റെ മറ്റേ കഥ അറിയാലോ? ഏത് കഥ? ഭർത്താവിനെ തല്ലിക്കൊന്ന് അടുക്കളയിൽ കുഴിച്ചു മൂടി കാമുകനോടൊപ്പം ഒളിച്ചോടിയ നീലേശ്വരം ഓമന കേസ്. അതിനും തുമ്പുണ്ടാക്കിയത് ഞാനാ. അതെന്റെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു എക്സ്പെർട്ട് ആയിരിക്കാം. ഈ മനഃശാസ്ത്രമൊക്കെ നീ എവിടുന്ന് പഠിച്ചു? അത് പൊറോട്ട കഴിച്ചിട്ട് പറയാം. ഓടിക്കളഞ്ഞു.
നമുക്ക് പിന്നെ കാണാം. ഭഗവാനെ വിലങ്ങും കൊണ്ടാ പോയിരിക്കണം. അതിനി ഞാൻ സമാധാനം പറയണം. അയ്യോ അത് വേണമെന്നില്ല, ഞങ്ങൾ സൗകര്യം പോലെ പിന്നെ സംസാരിച്ചോളാം. അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥിന്റെ ജൂനിയർ അല്ലേ? ഞാനവിടെ വരാറുണ്ട്. മണ്ണുത്തി ലോ കോളേജിലാണ് പഠിച്ചതല്ലേ? അല്ല, മണ്ണൂത്തിയിലത് വെറ്റിനറി കോളേജാ. ഞാൻ പഠിച്ചത് എറണാകുളം ലോ കോളേജിലാ. മണ്ണുത്തി എറണാകുളമൊക്കെ അടുത്തടുത്ത് തന്നെ. സൗകര്യം പോലെ പിന്നെ സംസാരിച്ചാൽ മതി, അതന്നെ നല്ലത്. നിനക്കിഷ്ടപ്പെട്ടല്ലോ അത് മതി. എന്നാലും വേണ്ട വേണ്ട, എനിക്ക് കാണുകയേ വേണ്ട. കണ്ടാ ഞാൻ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. ഇതും മുടങ്ങും. മുത്തശ്ശി പറയുന്നത് ശരിയാണ് രവി. ഞാൻ നമ്മുടെ ഡോക്ടറോടും ചോദിച്ചു, അയാൾക്കും കുട്ടിയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. അതല്ല, ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഉപേക്ഷിച്ച് നമുക്ക് വേറെ കെട്ടാം. ഒരു കല്യാണ വീട്ടിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ. നല്ലൊരു ഡബിൾ കോട്ട് പോലും ഇല്ല. അയ്യോ, നല്ലൊരു ഡബിൾ കട്ടിൽ വളരെ വളരെ അത്യാവശ്യം. ഓടിയകത്ത് വല്ലവരും വല്ലതും പറഞ്ഞാൽ ഉടനെ കക്ക ചിരിക്കാൻ തുടങ്ങി. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, നിർത്ത്. അതാണ് കക്ഷി. ഏത് കക്ഷി? ഇന്ദു, എന്റെ വുഡ്ബി. ഞാൻ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. ഇന്ദു, ഇന്ദു. എന്താ ഇവിടെ? 1-2 ലെറ്റേഴ്സ് അയക്കാനുണ്ടായിരുന്നു. എനിക്കാണോ? ഏയ്, ഞങ്ങളിവിടെ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യാൻ പോവാ. ആ, ഇന്ദുന്റെ അച്ഛൻ പറഞ്ഞിരുന്നേ. ഇവിടെ കാറിൽ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇരിപ്പുണ്ട്. മൂപ്പര് ഒന്ന് മീറ്റ് ചെയ്യാം. വരും. ഹരി, അയ്യോ ഇവൻ എവിടെ പോയി? മറ്റേ സാറെന്തേ? മൂത്രമൊഴിക്കാനാണെന്ന് തോന്നുന്നു, ഇറങ്ങി ഓടുന്നുണ്ട്. അതൊന്നും ആവില്ല. ഇന്ദുന് തിരക്കുണ്ടെങ്കിൽ നടന്നോളൂ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. ഓക്കെ. നീ ഇതെവിടെ പോയിരുന്നു? ഈ ഫോൺ ബിൽ അടച്ചില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർത്തത്. ഞാൻ ചെന്നു. യെസ്, രവികുമാർ ഹിയർ. ആരാ? നിങ്ങൾ ഞെട്ടരുത്. വിവേക ബുദ്ധിയോടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം. മറ്റൊരുത്തന്റെ കാമുകയെ തന്നെ വേണോ നിങ്ങൾക്ക് ഭാര്യയായിട്ട്? നിങ്ങളാരാ? ഹിന്ദുവിന്റെ കാമുകൻ തന്നെയാണ് സംസാരിക്കുന്നത്. സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ നിങ്ങൾ ചവിട്ടി മെതിക്കരുത്. ഞങ്ങളെ വെറുതെ വിടൂ പ്ലീസ്. ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. വികാരങ്ങളെ നിയന്ത്രിക്കും. സത്യത്തിന്റെ മുഖം പലപ്പോഴും വികൃതമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഞാനും ഇന്ദുവും ഒരുമിച്ച് ചെലവിട്ട ആ നിമിഷങ്ങൾ. ആരടാ നീ? വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ടൊന്ന് പറ. എനിക്ക് കേൾക്കണ്ട. വെക്കട തെണ്ടി ഫോൺ. ഓടാ കഴുതേ, നിന്നെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഒടിച്ച്. ആരാ സാർ, എന്താ പ്രശ്നം? ആ കോയമ്പത്തൂർ ബ്രാഞ്ചിന്റെ മാനേജരാ. അയാൾക്ക് 2 കിട്ടേണ്ടതാ. പനിനീർ പൂവ് കണ്ടാ തോന്നുമോ അതിന്റെ അടിയിൽ കൂർത്ത മുള്ളുകളുണ്ടെന്ന്? ഏതായാലും ഇത് ഇപ്പോഴേ അറിഞ്ഞത് നന്നായി. എന്തറിഞ്ഞെന്ന്? പ്രേമമാണെങ്കിൽ അവൻ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയാലെന്ത്? രവി, എടുത്തുചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നേ ഞാൻ പറയൂ. എന്തൊരു പുലിവാലാണ് ഈശ്വര ഇത്. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഇതങ്ങട് വീശ. എല്ലാ ഒത്തുവന്ന ഒരെണ്ണത്തിനെ കണ്ടുകിട്ടിയപ്പോ ഇങ്ങനൊരു കുരിശ്. കറക്റ്റ്. ഈ കുരിശ് നീ പേറണ്ട രവി. പക്ഷേ ഒരു ഫോൺ വന്നുകൊണ്ട് മാത്രം ഇത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഹലോ, ഗോവിന്ദൻ നായരല്ലേ? ആ, ഞാൻ നിങ്ങളുടെ പഴയ ഒരു സുഹൃത്താ, മൊയ്തീൻ. നല്ല ഓർമ്മ കാണില്ല. നമ്മൾ 3ാം ക്ലാസ്സിൽ മാത്രമേ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞു. വരനെപ്പറ്റി നന്നായി അന്വേഷിച്ചതിന് ശേഷമാണോ ഈ തീരുമാനം എടുത്തത് എന്നെനിക്ക് സംശയമുണ്ട്. ആ ചെറുപ്പക്കാരൻ എനിക്കറിയാം. അയാളൊരു ക്രോണിക് മദ്യപാനിയാണ്, മയക്കുമരുന്നിന്റെ അടിമയാണ്. അയാളെ മയക്കുമരുന്നുകളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഈ വിവാഹം വേണ്ടെന്ന് വെക്കുന്നതല്ലേ ബുദ്ധി? ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അതെ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. 1 രൂപ കോയിനുണ്ടോ? ഫോൺ ചെയ്യാൻ രൂപ.